അതും ചുമ്മാ അടുത്തിരുന്ന് കഴിച്ചാ പോരാ, അമ്മ വാരി കൊടുക്കുകയും വേണം, അല്ലടോ? അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമല്ലേ. എന്നെ പ്രസവിച്ച അമ്മ ഒരിക്കലെങ്കിലും എനിക്ക് വാരി തന്നിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എത്രയോ കാര്യങ്ങള് നമുക്കറിയാത്തതുണ്ട്. അത് വിട്. എന്നാ ഞാൻ ഇവർക്ക് ഭക്ഷണം എടുക്കട്ടെ. മോളെ, ഇപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ആരുടെ ഭാഗത്തുനിന്ന് ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോഴേ നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ആ CI ഉണ്ടല്ലോ, പ്രിയങ്കയുടെ കൊലക്കേസ് അന്വേഷിച്ച CI, ഇപ്പോ സസ്പെൻഷനിലുള്ള ആള്. പുള്ളിക്കാരന് പെട്ടെന്നൊരാഗ്രഹം, പ്രതികാരം ചെയ്യണമെന്ന്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ആള് ഞങ്ങളുമായിട്ടൊന്ന് ഉടക്കി. അയ്യോ, എന്നിട്ട്? ആ, സാറിന്റെ ദേഹത്ത് ഇപ്പൊ യൂണിഫോം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ. അയ്യോ, വഴക്കായോ? വരട്ടുക മാത്രല്ല, അയാളെ എടുത്തിട്ട് നന്നായിട്ട് തല്ലുകയും ചെയ്തു. വരുൺ, അങ്ങനെയൊക്കെ ചെയ്താ അവര് പ്രതികാര ബുദ്ധിയോടെ വേറെ എപ്പോഴെങ്കിലും... അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ശത്രുക്കള് ആർക്കാ ഇല്ലാത്തത്? പിതാമേടത്തിന് ശത്രുക്കളില്ലേ? നമുക്കൊരു ശത്രു ഉണ്ടെന്നും പറഞ്ഞ് പുറത്തിറങ്ങാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ശത്രു അവന്റെ ബലം കാണിക്കുമ്പോ നമ്മൾ തിരിച്ചു അത് കാണിക്കണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല മാഡം. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴേ എനിക്കൊരു പ്രത്യേക എനർജിയാണ്. അമ്മയുടെ മകള് അത്രയ്ക്ക് എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ. മാഡം, ഫുഡ് വളരെ നന്നായിട്ടുണ്ട്. പ്രിപ്പറേഷൻ എന്തായാലും പിതാ മാഡത്തിൻ്റെതാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്ത് പറച്ചില്ല വരുൺ? ഇവിടെ മിക്കവാറും സമയം ഞാൻ അടുക്കളയില്. എന്റെ പേരിൽ ഒരു പരിഗണനയും തരുന്നില്ലല്ലോ. അതെ, എല്ലാ വിഭവങ്ങളും ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഈ 2 കറികൾ, ഈ മുരിങ്ങല തോരൻ, പിന്നെ ഈ തക്കാളിക്കറി, ഇത് രണ്ടും ഫിദാ മാഡം തന്നെ വെച്ചതാ. വരുൺ, അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇത് വലിയ അത്ഭുതമാണല്ലോ. ഈ കൂട്ടുകറികളൊക്കെ മാഡം തന്നെ വെച്ചതാ? അതെ. വരുൺ, ആ ട്രിക്ക് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുമോ? അതെ, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മാഡം. ഇതേ കറികള് ഇതേ ടേസ്റ്റിൽ തന്നെ വെക്കുന്ന വേറൊരാൾ എന്റെ കൂടെ ഉണ്ട്, എന്റെ ശ്രീമതി. അപ്പോ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അമ്മയും ഒട്ടും മോശമാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ഗസ് അടിച്ചതാ. അതങ്ങ് കയറി കൊണ്ടു. ഫിദ മാഡം, ഇദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചോ. ഇങ്ങനത്തെ വിദഗ്ധമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അതെ, അപ്പൊ ഓക്കെ, ഞാനങ്ങ് അവസാനിപ്പിച്ചു. ഞാനും. അല്ല, കറികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി കഴിക്കായിരുന്നല്ലോ. അതെ, ഇഷ്ടപ്പെട്ട സാധനങ്ങള് കൃത്യമായ സ്ഥലത്ത് അവസാനിപ്പിക്കുക. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് എന്നേക്കുമായിട്ട് നിലനിൽക്കുക. ദാറ്റ്സ് മൈ പോളിസി. എന്തു പറ്റി ശ്യാമേ? ഒന്നുമില്ല അടുത്തി. ഇതൊന്നും എടുത്തു കാണുന്ന മോള് പറഞ്ഞപ്പോ എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അത് കുഴപ്പമില്ല. ഫിദ മാഡത്തിന്റെ പ്രത്യേകത എന്താന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാലോ. ആ, പിന്നെ ശ്യാമ, വരുൺ പെട്ടെന്ന് ശ്യാമ മാഡം എന്ന് വിളിച്ചപ്പോ ശ്യാമ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല അടുത്തി, ഞാനാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ആ,
പിന്നെ വരുൺ പറഞ്ഞത് ശ്യാമ മാഡത്തിന്റെ പാറ്റേൺ സാരിയാണെന്നല്ലേ? ആ, അതുകൊണ്ട് സംശയിക്കണ്ടെന്ന് തോന്നുന്നു. വരുണിന് സംശയം തോന്നാനുള്ള ഒരു കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് ഉറപ്പാ. വരുൺ കുറച്ചു മാത്രമല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. എന്നാലും ഈ കള്ളത്തരം കാണിക്കുമ്പോ ഒരു കുഴപ്പമുണ്ട്. ഏത് സമയവും പിടിക്കപ്പെടുന്നൊരു തോന്നല് വരുമല്ലോ. അങ്ങനെ പറ്റിപ്പോയതാ. എടുത്തേ, ഞാനിതൊന്ന് എടുത്ത് നോക്കട്ടെ. മോള് തന്ന സമ്മാനമായോണ്ട് ഇപ്പൊ തന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇതൊക്കെ ആദ്യത്തെ അനുഭവമല്ലേ? എന്റെ മോളും അവളുടെ ഭർത്താവും കൂടി തിരഞ്ഞെടുത്തൊരു സാരി. സ്വപ്നത്തിൽ പോലെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവളെ കണ്ടുകിട്ടുന്നത് പോലും വിദൂരമായ സ്വപ്നമായിരുന്നില്ലേ? കണ്ടുകിട്ടി, ഇപ്പതാ കൂടെയുണ്ട്. അവൾക്കിപ്പോ മെച്ചപ്പെട്ടൊരു ജീവിതമുണ്ട്. അപ്പോ എങ്ങനെ നോക്കിയാലും അമ്മ ഹാപ്പി ആയിരിക്കണ്ടേ? ഹാപ്പി ആയിരിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യ. ഇത് പറഞ്ഞു പോകുന്ന ആള് കുറച്ചു കഴിയുമ്പോ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഞാൻ കാണരുത്. എടുത്ത് എന്നെ സഹിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓ, അങ്ങനെ വലിയ വിനയൊന്നും വേണ്ട. ഇയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, എനിക്ക് ശ്യാമയുടെ മനസ്സ് സന്തോഷിച്ചാൽ മാത്രം മതി.